കാണുക നാട്ടുരാജ്യ ന്യൂസ് നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ഇടുക്കി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ DN കുര്യാക്കോസിന്റെ വൻ ഭൂരിപക്ഷത്തിന് മർച്ചന്റ് അസോസിയേഷന്റെ അഭിവാദ്യങ്ങൾ. മർച്ചന്റ് അസോസിയേഷൻ ഒരു മുന്നണിയും പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. വിജയലാളിതനായ DN കുര്യാക്കോസിന് തൊടുപുഴയിൽ നിരവധി കർത്തവ്യബോധങ്ങളാണ് നിറവേറ്റാനുള്ളതെന്ന് വ്യാപാരി വ്യവസായ മേഖലയിലെ ജനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ, കേന്ദ്രത്തിൻ്റെ പല പദ്ധതികളും നേരിട്ട് തൊടുപുഴയ്ക്ക് അനുഭവിക്കാൻ സാധ്യതകൾ ഉണ്ടാക്കണമെന്ന് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ. ഭാവി രാഷ്ട്രീയത്തിലും നമ്മുടെ തൊടുപുഴയിൽ നിന്നുള്ള വ്യാപാരി വ്യവസായികളുടെ ഒരു കാഴ്ചപ്പാട് എന്തായിരിക്കും? തൊടുപുഴയിൽ നിന്ന് ഇടുക്കിയിൽ നിന്ന് ജയിച്ച ശ്രീ DN കുര്യാക്കോസിനെ ഞങ്ങൾ ഹാർദവമായി അഭിനന്ദിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ഏത് പാർട്ടി ജയിച്ചാലും ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. ഞങ്ങളെ സംബന്ധിച്ച് തൊടുപുഴയിൽ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ ധാരാളം വരണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മെയിനായിട്ട് തൊടുപുഴയിൽ നിന്ന് 20 മിനിറ്റ് ഇടവിട്ട് ചെയിൻ സർവീസ് എറണാകുളത്തിനുണ്ട്. ഈ എറണാകുളത്തു നിന്നുള്ള കൊച്ചി മെട്രോ തൊടുപുഴയ്ക്ക് നീട്ടണം എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം. 2, തൊടുപുഴയിലെ ഗതാഗത സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി നമുക്ക് ടൗണിൽ ഒരു കേന്ദ്ര പദ്ധതി ആവശ്യമാണ്. ധാരാളം ബൈപ്പാസുകളുണ്ടെങ്കിലും ഇതെല്ലാം തൊടുപുഴയ്ക്ക് അപര്യാപ്തമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അത്രമാത്രം തിരക്കാണ് തൊടുപുഴ അനുഭവപ്പെടുന്നത്. അതിനൊരു പരിഹാരം കാണുന്നതിന് MP എന്നുള്ള നിലയിൽ ഞങ്ങളൊരു ആത്മാർത്ഥമായ സഹകരണം പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഇന്ന് ഇടുക്കി ജില്ലയ്ക്ക് ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് ടൂറിസമാണ്. ടൂറിസത്തിലൂടെ മാത്രമേ ഇനി അടുത്ത ഭാവിയുള്ളൂ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 1400 ഏക്കർ സ്ഥലം മലങ്കരയുണ്ട്. അവിടെ നല്ല ടൂറിസം പ്രോജക്റ്റ് നടപ്പാക്കാനായിട്ട് കേന്ദ്ര പദ്ധതി തന്നെ അവിടെ വരണം എന്നാണ് ഞങ്ങൾ ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നത്. പഴയ കാര്യം എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിട്ട് അനുഭവിച്ചതിന് പരിഹാരമായിട്ട് എന്തെങ്കിലും നിർദ്ദേശിക്കാനുണ്ടോ? ഞങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. ഏതാണ്ട് 2 ലക്ഷം വ്യാപാരികൾ കേരളത്തിൽ വ്യാപാരം നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ 12,000 വ്യാപാരികൾ കഴിഞ്ഞ വർഷം തന്നെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇത് വ്യാപാര മാന്ദ്യവും സാമ്പത്തികം ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാൻ പറ്റാത്തതുമുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളത്. ഇതിനു വേണ്ടി അതുപോലെ തന്നെ GSTയിൽ ധാരാളം തെറ്റായ ആശയങ്ങളുണ്ട്, അത് തിരുത്തണം. ചെറുകിട വ്യാപാരികൾക്ക് ദോഷകരമായിട്ടാണ് ഈ GST ഇംപ്ലിമെൻ്റ് ചെയ്തേക്കുന്നത്. ഇത് വൻകിട വ്യാപാരികൾക്കും വൻകിട കോർപ്പറേറ്റുകൾക്കും വേണ്ടി മാത്രമാണ് GST. അത് ചെറുകിട വ്യാപാര മേഖലയ്ക്ക് യാതൊരു ഗുണവും ചെയ്യില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു സാധനം നമ്മൾ ടാക്സ് കൊടുത്ത് മേടിച്ചാൽ അത് വിൽക്കുമ്പോൾ മേടിച്ച് കളക്ട് ചെയ്ത് അടയ്ക്കണം എന്നുള്ളത് വളഞ്ഞു മൂക്കെ പിടിക്കേണ്ട തിയറിയാണ്. ഇത് ആരുടെ ആശയമാണെന്ന് ഞങ്ങൾക്ക് അറിയൂടാ. സാധാരണ വ്യാപാരികൾക്ക് ഇതൊരു കാര്യത്തിലും ഗുണകരമല്ല. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പരിഹരിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. നാട്ടുരാജ്യ ന്യൂസിന് വേണ്ടി റിപ്പോർട്ടിംഗ് ക്യാമറ തൊടുപുഴയിൽ നിന്നും KK വിജയൻ.